എല്ലാവർക്കും നമസ്കാരം. സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. സോ അമ്മയുടെ അപ്ഡേറ്റ് ജസ്റ്റ് ഒന്ന് പറയാൻ വിചാരിച്ചിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു അമ്മയ്ക്ക് വയ്യ, അമ്മയ്ക്ക് ഒരു കണ്ടീഷനൊക്കെ ആയിട്ട് അങ്ങ് ഇരിക്കുകയാണ്. അപ്പം അസുഖമായിട്ടൊക്കെ ഇരിക്കുന്നതുകൊണ്ട് അതിൻ്റെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും തുടങ്ങാനായിട്ടുള്ള ഒരു ആലോചനയൊക്കെ ആയിരുന്നു. അപ്പം ഫൈനലി കോട്ടയം മെഡിക്കൽ കോളേജിലാണ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ഫൈനലൈസ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇന്ന് അതിൻ്റെ അഡ്മിഷനും കാര്യങ്ങളൊക്കെ മീൻസ് അവിടെ പോയി അഡ്മിറ്റായിട്ട് നമ്മൾ ട്രീറ്റ്മെൻറ്റ് തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിൽ കാര്യങ്ങളൊക്കെയാണ്. അപ്പം ഞാൻ അപ്ഡേറ്റ് അറിയിച്ചിരുന്നു, അതിൻ്റെ പേരിലാണ് വന്നത്. സോ നമ്മുടെ എല്ലാ ഹോസ്പിറ്റലുകളും നമുക്ക് ആ ഒരു കണ്ടീഷൻ, ആക്ച്വലി ഞരമ്പിൻ്റെ ആ ഒരു കണ്ടീഷന് ട്രീറ്റ്മെൻറ്റ് ഇല്ല. കോട്ടയം മെഡിക്കൽ കോളേജിൽ, പിന്നെ എറണാകുളം സൺറൈസിൽ അങ്ങനെ സ്ഥലങ്ങളിലൊക്കെ ഉള്ളു. അപ്പോൾ നമുക്ക് ഈ എന്താ പറയുക, ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ് നമ്മൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ തന്നെ എടുക്കാമെന്ന് വിചാരിച്ചത്. കാരണം അവിടെയാണത് ഇൻഷുറൻസ് ആക്ച്വലി അക്സെപ്റ്റ് ചെയ്തോളൂ. അപ്പോൾ അതിൻ്റെ ഒരു പേരിലാണ് നമ്മൾ അത് പ്രിഫർ ചെയ്തത്. അപ്പം രാവിലെ നമ്മുടെ ഇന്ത്യൻ ടൈം ഏകദേശം രാവിലെ മോർണിംഗ് പോയിട്ട് അഡ്മിറ്റ് ആയിട്ടുണ്ട് അവിടെ. നമ്മളവിടെ അഡ്മിറ്റ് ആയി കഴിഞ്ഞതിന് ശേഷം പിന്നെ നമുക്ക് കുറേ ടെസ്റ്റുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ MRI ആണെങ്കിലും അതുപോലെ തന്നെ അതിനോടനുബന്ധിച്ചുള്ള കുറേ ബ്ലഡ് ടെസ്റ്റുകൾ കാര്യങ്ങളൊക്കെ നടത്തി അതിൻ്റെ റിസൾട്ടൊക്കെ വന്നിട്ട് ഉടനെ തന്നെ നമ്മൾ അതിൻ്റെ ഇഞ്ചക്ഷനൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. ഇഞ്ചക്ഷൻ ട്രീറ്റ്മെൻ്റ് ആണ് ആക്ച്വലി, നമ്മുടെ ഇൻഫ്യൂഷനാണ് ആക്ച്വലി അതിൻ്റെ ട്രീറ്റ്മെൻറ്റ്. അപ്പം എനിക്ക് തോന്നുന്നു 2 വീക്സിൻ്റെ എടുക്കുമെന്ന് തോന്നുന്നു അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഫിനിഷ് ആവാൻ വേണ്ടിയിട്ട്. നമ്മളൊരു അഡ്മിറ്റ് ആയി കിടന്ന് ആണിക്കും ട്രീറ്റ്മെൻറ്റ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ ഒട്ടും നടക്കാൻ പാടാത്ത ഒരവസ്ഥയിലാണ് പോയിരിക്കുന്നത്. അപ്പം വണ്ടിയിലൊക്കെ കയറ്റാനും പറക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെയാണ് പോയിരിക്കുന്നത്. അപ്പം അതാണ് ഇപ്പോഴത്തെ ഒരു അപ്ഡേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇപ്പം നമ്മൾ പ്രൈവറ്റ് ഹോസ്പിറ്റലൊക്കെ ചികിത്സിക്കണമെന്നുണ്ടെങ്കിൽ ഒടുക്കത്തെ പൈസയാണ്. ആക്ച്വലി 3 ലക്ഷം രൂപയാണ് ഒരു ഇഞ്ചക്ഷൻ്റെ വില എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. സോ ഇറ്റ്സ് എ മാസീവ് എമൗണ്ട്. ആക്ച്വലി നല്ല വലിയൊരു എമൗണ്ട് തന്നെയാണ് നമുക്ക് ചികിത്സക്കായിട്ട് വരുന്നത്. ഫൈനലി നമുക്ക് ലക്ക് ഉണ്ടായിരുന്നു, നമ്മുടെ ഇൻഷുറൻസ് ഒക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് നമുക്കൊരു എന്താ പറയുക, ലക്കാണ് ആക്ച്വലി ഉണ്ടായിരുന്നതുകൊണ്ട് വലിയ ഉപകാരമായിപ്പോയി. ഇപ്പോഴും തുടങ്ങുവാണ്. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് എൻ്റെ അമ്മയ്ക്കും കൂടെ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. അമ്മേനെ പ്രത്യേകം മനസ്സിലോർത്ത് പ്രാർത്ഥിക്കുക കേട്ടോ. സോ എല്ലാ കാര്യങ്ങളും നന്നായിട്ട് വരാൻ വേണ്ടിയിട്ടും, അല്ലെങ്കിൽ ട്രീറ്റ്മെൻ്റ് ഒക്കെ എത്രയും നന്നായിട്ട് ഫലിച്ച് എത്രയും പെട്ടെന്ന് നടക്കാനുള്ള ഒരു ഓപ്ഷനിലേക്ക് എത്തിപ്പെടാനുള്ള ഒരു ദൈവത്തിൻ്റെ വലിയൊരു അത്ഭുതത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കണം. കൃപാസനത്തിൻ്റെ എല്ലാ ഫ്രണ്ട്സിനോടും ഞാൻ യാചിക്കുകയാണ്, പ്രത്യേകം അമ്മേനെ മനസ്സിൽ വിചാരിച്ച് പ്രാർത്ഥിക്കുക. എനിക്കിപ്പോൾ അവിടെ വരാൻ എന്താ പറയുക സാഹചര്യമില്ല. ജോലിയും കാര്യങ്ങളുമായിട്ട് ഞാനും ഇവിടെ തിരക്കിലാണ്. അപ്പം ലീവിൻ്റെ കാര്യങ്ങളൊന്നും ഒക്കെ ആയിട്ടില്ല. അപ്പം നമ്മൾക്ക് പെട്ടെന്ന് വരാൻ പറ്റാത്തൊരു സാഹചര്യം കൂടിയാണ്. എന്തായാലും നിങ്ങളുടെ പ്രാർത്ഥന നമ്മുടെ കൂടെ ഉണ്ടായിരിക്കണം. നമ്മുടെ ലൂക്ക ഹോസ്പിറ്റലിൽ കിടന്ന സമയത്ത് നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഒരുപാട് മാറ്റങ്ങൾ വന്നു, നല്ല സെറ്റപ്പായിട്ട് കയറി വന്നു. അപ്പോൾ അതുപോലെ അമ്മയും ആ ഒരു പഴയ ആരോഗ്യത്തിലേക്ക് കയറി വരാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ പ്രാർത്ഥനാ സഹായങ്ങളൊക്കെ നമ്മൾ അഭ്യർത്ഥിക്കുകയാണ്. അപ്പം എല്ലാവരും പ്രാർത്ഥിക്കുക. കൃപാസനത്തിൻ്റെ ഓരോ വിശ്വാസികളും അമ്മയ്ക്ക് വേണ്ടിയിട്ട് പ്രത്യേകം പ്രാർത്ഥിക്കുക കേട്ടോ. അപ്പം ഞാൻ വരുന്ന ദിവസങ്ങളിൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ അറിയിക്കുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.